കള്ളപ്പണം എല്ലാം ബാങ്കിൽ എത്തിയാലും പിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹകരണ ബാങ്കുകളെ എന്തിനാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്? അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് നോട്ട് ക്ഷാമമുണ്ടാകുന്നു, ശമ്പളം കൊടുക്കുന്നതിനെയും പെൻഷനെയും വരെ അത് ബാധിക്കാൻ പോകുന്നുവെന്ന് ഡോക്ടർ തോമസ് ഐസക് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി സംസ്ഥാനത്തേക്ക് കൂടി ചർച്ച കൊണ്ടുവരേണ്ടി വന്നിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസകും ഇപ്പോൾ ചർച്ചയിലുണ്ട്. ആ ചർച്ചയിലേക്ക് കൂടി എത്തുന്നതിന് മുമ്പ് 9 മണിക്ക് മുമ്പായുള്ള ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ തോമസ് ഐസക്, ഈ നവംബർ 8-ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ച അരമണിക്കൂർ കഴിയുന്നതിന് മുൻപ് തൊട്ടടുത്ത നിമിഷം മാധ്യമങ്ങളോട്, ലോകത്തോട് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞ രാജ്യം ഇന്ന് അതിൻ്റെ പേരിൽ താങ്കൾക്ക് അനുമോദനങ്ങൾ വരെ പറയുന്ന ഒരു ധനകാര്യ വിദഗ്ധൻ കൂടിയാണ് താങ്കൾ. ഇന്ന് 50 ദിവസം ചോദിച്ച ആ ദിവസവും കൂടി എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി ചോദിച്ച 50 ദിവസം കൂടി എത്തിയിരിക്കുന്നു. നാളെ മുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. താങ്കൾ പക്ഷേ ഇന്ന് രാവിലെ പറഞ്ഞ പ്രസ്താവനകളിൽ അങ്ങനെ അല്ല കാണുന്നതും. എന്താണ് യഥാർത്ഥ സ്ഥിതി? 50 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാസം മുമ്പിനേക്കാൾ കഷ്ടമാണ് കറൻസിയുടെ നില. ഈ ഒരു മാസത്തിൻ്റെ കൂടുതൽ നോട്ട് അച്ചടിക്കാത്തതുകൊണ്ടല്ല. ബാങ്കുകാർ എന്നോട് പറഞ്ഞത് ഇപ്പം അടിക്കുന്നത് 500-ൻ്റെ നോട്ടുകളാണ്. അതുകൊണ്ട് പണ്ടത്തെ അത്രയും ഒരു മാസം പുതിയ നോട്ടുകൾ അച്ചടിച്ച് തീർത്തിട്ടില്ല. അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള കാര്യം, ബാങ്കിൽ നിന്ന് പുതിയ നോട്ട് പുറത്തു പോയാൽ പിന്നെ തിരിച്ചു വന്നില്ല. ആളുകളൊക്കെ ഇത് പൂഴ്ത്തി വെക്കുകയാണ്. ഇനി വേറെ വല്ല ആവശ്യം വന്നാലോ അപ്പോൾ കിട്ടാതെ വന്നാലോ. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ശമ്പളത്തിന് കറൻസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തരാൻ പറ്റുന്നത് പുതുതായിട്ട് അച്ചടിച്ചു വരുന്ന നോട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇടപാടുകാർ കൊണ്ടുപോയിടുന്ന നോട്ട് വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊരു പ്രതിസന്ധിയായിട്ട് മാറുകയാണ്. ശമ്പളം കൊടുക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിലെ മുഴുവൻ പെൻഷൻകാർക്കും അതുപോലെ ശമ്പളക്കാർക്കും അക്കൗണ്ട് ഉണ്ട്. ഒന്നുകിൽ ബാങ്കിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ട്രഷറി സേവിങ്സ് ബാങ്കിൽ അക്കൗണ്ട്. കൃത്യമായിട്ട് പണം അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. ഒരു തടസ്സവും അക്കാര്യത്തിലില്ല. പക്ഷെ അവർക്ക് പോയിട്ട് അതിൽ നിന്ന് കറൻസി പിൻവലിക്കാൻ പോയെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ 24,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ഇന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ബാങ്കുകൾ ഉറപ്പ് പറയുന്നില്ല. സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിടലാണ്, അത് ചെയ്യും. പക്ഷെ കറൻസി അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാർ കറൻസി തരണം. ആ കറൻസി ഇന്ത്യ സർക്കാർ തരും എന്ന് ഉറപ്പില്ല. ഇതാണ് 50 ദിവസം കഴിയുമ്പോഴുള്ള സ്ഥിതി. ശ്രീ തോമസ് ഐസക്, ഈ പറഞ്ഞ നോട്ട് ക്ഷാമം ശമ്പള വിതരണത്തെ ഇങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കാർഡുള്ള കുറേ പേർക്കൊക്കെ കാര്യങ്ങൾ കുറച്ച് നടത്താൻ പറ്റും. പക്ഷെ സംസ്ഥാനത്തെ പൊതു ക്രയവിക്രയങ്ങളെ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് ഇത് ബാധിക്കുക? അത് സംസ്ഥാനത്തെ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോഴും നോട്ടില്ലാത്തതിൻ്റെ കെടുതികൾ മാറിയിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ക്രയവിക്രയത്തിന് ഒരു പരിധിവരെ ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പറ്റും. ഇത്രയും നോട്ടച്ചടിച്ച് വന്നതല്ലേ, ഇത് ജനങ്ങളുടെ കയ്യിലേ ഉള്ളൂ. പക്ഷെ ബാങ്കിലേക്ക് തിരിച്ചു പോകുന്നില്ല. കാരണം ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല്ലേ എന്നുള്ള സംശയം. ഇതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും ഇതിൻ്റെ കെടുതിയൊന്നും പെട്ടെന്ന് മാറില്ല. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നത് വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 മാസം കൊണ്ട് നമ്മുടെ നോട്ടൊക്കെ തിരിച്ചു വന്നാലും ടൂറിസ്റ്റ് തിരിച്ചു വരുമോ? അവർക്ക് ഉറപ്പ് വരണ്ടേ? അതിന് 3, 4, 5 മാസം എടുക്കും. ഇപ്പം നമ്മുടെ ചെറിയ വ്യവസായശാലകളും മറ്റും പൂട്ടിപ്പോയി. അങ്ങനെ പൂട്ടിപ്പോയ വ്യവസായശാലകൾ വീണ്ടും തുറക്കാനായിട്ട് നാളെ നോട്ട് വന്ന ഉടനെ തുറക്കുമോ? അതിന് കാലതാമസം ഉണ്ടാവും. ഇപ്പോൾ നോട്ടില്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല ഒരാൾ, വിളവുണ്ടാവില്ല. എപ്പോൾ? 3 മാസം കഴിഞ്ഞ്. എന്ന് വെച്ചാൽ ഇപ്പം ചെയ്തിൻ്റെ കെടുതികൾ ഇല്ലാതാവണമെങ്കിൽ 3-4-5 മാസം എടുക്കും. അല്ലാതെ നോട്ടച്ചടിച്ച് വന്നു പറഞ്ഞ് കെടുതികൾ ഇല്ലാതാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക മുരടിപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേക അന്തരീക്ഷം വന്നല്ലോ. ഉൽപ്പാദനം കുറയാൻ തുടങ്ങിയല്ലോ. ഇന്ന് ആഗോള സാമ്പത്തിക മാന്ദ്യമൊന്നുമല്ല,
നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യമാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ കെടുതികൾ ഉണ്ടാവും. ഡോക്ടർ തോമസ് ഐസക്, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ, അതായത് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി ഭീം ആപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഡിജിറ്റൽ ഇടപാടുകൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടുകൂടി ഇനി 2 ആഴ്ചക്കകം താങ്കൾ ഉൾപ്പെടെയുള്ള ലോകം അത്ഭുതപ്പെടാൻ പോവുകയാണ്. ഇന്ത്യ വിരൽ തുമ്പിലൂടെയാണ് ഇനി ഇടപാടുകൾ നടത്താൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നമെല്ലാം തീരുമോ? ഇന്ത്യയിൽ 2% സാമ്പത്തിക ഇടപാടുകൾ എണ്ണമെടുത്താൽ സാമ്പത്തിക ഇടപാടുകളാണ് ഡിജിറ്റലായി നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ATM മെഷീനിൽ പോയി നിങ്ങൾക്ക് ആവശ്യമായ പണം എടുത്ത് ആ പണം കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. 2% അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് 10% ആയിരിക്കട്ടെ, ഒരു 20% ആയിരിക്കട്ടെ, അപ്പോഴും 80% ഇടപാടിന് കറൻസി വേണ്ടതെന്ന്. ലോകത്തൊരു രാജ്യം നോട്ട് റദ്ദാക്കിക്കൊണ്ട് എല്ലാവരും ഡിജിറ്റലാവാൻ പോകാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സമ്പദ്ഘടനയുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. ഇപ്പോൾ നമ്മളെല്ലാം ജോലി ചെയ്യുന്നതെല്ലാം വളരെ ചെറുകിട സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ ഡിജിറ്റൽ പേയ്മെൻ്റ് ഒന്നും കൂലി കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മീൻ കച്ചവടക്കാരെടുത്ത് പോയിട്ട് ഡിജിറ്റലായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുമോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് പച്ചക്കറി വെക്കുന്നവർക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് കൊടുക്കുമോ? സമ്പദ്ഘടനയുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റും, ശക്തി കൂട്ടാൻ പറ്റും. അതുകൊണ്ട് നിശ്ചയമായിട്ടും 2% ഒന്നുമല്ല, നമുക്ക് 10-20% ഉയരാം. അതും ഉള്ളട്ടോ, അവിടെ നിൽക്കുകയുള്ളൂ. ബാക്കിയൊക്കെ വാചോടിയാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ തോമസ് ഐസക്, BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ JR പത്മകുമാറാണ്. ശ്രീ JR പത്മകുമാർ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് ഈ ബാങ്കിങ് സംവിധാനത്തിൽ വിശ്വാസം പോലും ജനങ്ങൾക്ക് ഇല്ലാതാക്കിയിരിക്കുന്നു. ഈ പണമെല്ലാം അവരവരുടെ കയ്യിലിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. വീണ്ടും പഴയതിനേക്കാൾ രൂക്ഷമാകാൻ പോകുന്ന ഒരു പ്രശ്നം. ഈ ക്യാഷ്ലെസ് ആയി പൂർണ്ണമായി ഒരു എക്കണോമിയും മാറില്ല എന്ന് ശ്രീ P. ചിദംബരവും ഇന്ന് വൈകിട്ട് പറഞ്ഞതാണ്. ഡോക്ടർ തോമസ് ഐസക്കും ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാണ് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നത്, ചെയ്ത തെറ്റംഗീകരിക്കാം? അല്ല, ഇത് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. ക്യാഷ്ലെസ് എന്ന് നമ്മൾ ക്യാഷ്ലെസ്സിലേക്ക് എത്തിക്കുന്നത് ലെസ് ക്യാഷ് എന്നുള്ള നിലയിൽ ആ സമീപനം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ച് വളരെ നന്നായി. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വന്നു എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ കയ്യിൽ കാശുണ്ട്, അവർ തിരിച്ച് ബാങ്കിൽ ഇടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ജനങ്ങളെ കയ്യിൽ അക്കൗണ്ടുള്ള ആളുകളുടെ കയ്യിൽ കഴിഞ്ഞ 50 ദിവസമായി അവരെടുത്തിട്ടുള്ള കാശ് കയ്യിലുണ്ട്. തിരുത്തൽ വരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞതിനകത്ത് അങ്ങനെയല്ല, ചർച്ച മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതായത് എല്ലാ പ്രശ്നവും തീർന്നു എന്നല്ല, പണം കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് വരുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അവർ തന്നെ കൈവശം വെക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ വക്കാലത്ത് പിടിക്കുന്നത് അദ്ദേഹം പറയല്ലോ. ഇത് ഇപ്പം അദ്ദേഹം, ഞാൻ പറഞ്ഞ അദ്ദേഹം സാമ്പത്തിക ഇങ്ങനെ ക്യാഷ് അച്ചടിച്ച് വന്നുകൊണ്ട് ബുദ്ധിമുട്ട് കുറഞ്ഞു വരുന്നുണ്ട്, സമ്മതിച്ചു. രണ്ടാമത്തെ കാര്യം, ആളുകളുടെ കയ്യിൽ കാശുണ്ട്. ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളുടെ കയ്യിൽ കഴിഞ്ഞ 50 ദിവസം ശമ്പള കയ്യിലുള്ള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ കയ്യിൽ കാശുണ്ട്. അവർ തിരിച്ച് ബാങ്കിലായിട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവരുടെ പ്രശ്നം കുറെ മതിയായി. പ്രശ്നം കയ്യിൽ കാശുണ്ട്, പ്രശ്നമില്ലല്ലോ. 2, എക്കോണമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൂട്ടിപ്പോയ കടകളുടെ കാര്യവും കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ കോമളപുരം സ്പില്ലിംഗ് മില്ല്, അതിനോടനുബന്ധിച്ചൊരു 4 മില്ല് പൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഡിമോണിറ്റൈസേഷന്റെ കാര്യത്തിന്റെ ബാധകമല്ലല്ലോ. എന്താ അത് ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശ്രമം നടത്താൻ പറ്റും? പത്മകുമാർ, ഇതാണോ നിങ്ങൾ പറയുന്ന ഉത്തരം? ഈ ഡിമോണിറ്റൈസേഷന്റെ ഫലമായി രാജ്യത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വ്യവസായങ്ങൾ നശിച്ചു പോകുന്നതും എങ്ങനെ തടയുമെന്ന് നിങ്ങൾ പറയേണ്ടതിന് പകരം മറ്റു ചില കാര്യങ്ങളിലൂടെ ഈ ലോകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാൽ മതിയോ? അല്ല, നിങ്ങൾ ഡിമോണിറ്റൈസേഷൻ മാത്രം പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതല്ല, പിടിപ്പുകേട് കൊണ്ട് വരുന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹം ഈ ഫിനാൻസ് മിനിസ്റ്റർ ആയ സമയത്ത് തന്നെ അന്ന് UDF ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള കേരളത്തിന്റെ സാമ്പത്തിക അദ്ദേഹത്തിന് ദയവായി ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല. ഡിമോണിറ്റൈസേഷന്റെ ഫലമായി 50 ദിവസം ചോദിച്ച പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഈ ചർച്ചയിൽ. വളരെ വിനയപൂർവ്വം പറയട്ടെ, നമ്മൾ വന്നിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ ആൻസർ പദ്ധതി അല്ല. എനിക്ക് എന്റെ പാർട്ടിയുടെ നയം ഇതുമായി ബന്ധപ്പെട്ട് പറയാനാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഞാൻ ആൻസർ പറയാല്ല, എന്റെ ഈ അഭിപ്രായം കൂടി പറയാനുള്ള സമയം തന്നെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന സമയം ഒഴിവാക്കി തന്നാൽ എനിക്ക് പറയാനുള്ള സമയം കിട്ടും.
ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നുള്ളതുപോലെ ഇപ്പോൾ UDF ഭരണത്തിൽ കഴിയുള്ള FD അവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും എല്ലാം ഒരു വലിയ മോശമായ ഒരവസ്ഥയിൽ ഇരുന്ന സമയത്താണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അദ്ദേഹം വിചാരിച്ചു 2-2.5 വർഷം കൊണ്ട് ഈ കേരളത്തിലെ സാമ്പത്തിക നില ഒന്ന് ഭദ്രമാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം, കാരണം GST കൂടി വരും, അതിൽ നിന്നുള്ള പൈസ കൂടെ കിട്ടിയിട്ട് നന്നാക്കി കൊണ്ടുപോകാൻ ഇരുന്നപ്പോഴാണ് ഈ ഡിമോണിറ്റൈസേഷൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റ് അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ട കാര്യം ചെയ്യണമായിരുന്നു. അദ്ദേഹം മറ്റ് ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമല്ലാതെ പ്രതിപക്ഷം ഭരിക്കുന്ന 10ഓളം സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയല്ല ഈ പ്രശ്നങ്ങൾ. ഈ പഞ്ചാബ്, ഹരിയാന, നമ്മുടെ കേരളത്തോടൊപ്പം ജനസംഖ്യയും വലിപ്പമൊക്കെയുള്ള സംസ്ഥാനങ്ങളാണ്. ഈ പഞ്ചാബിലും ഹരിയാനയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളില്ലല്ലോ എന്നതാണ് ഇപ്പോഴും BJP പറയുന്നത്. എന്താണ്, താങ്കൾക്ക് മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? നമുക്ക് മാത്രമാണോ, കേരളത്തിന് മാത്രമാണോ ഈ പ്രശ്നം? പത്മകുമാറിന് നിങ്ങളുടെ വാദഗതി അല്ലെങ്കിൽ ന്യായവാദം എത്ര നിരർത്ഥകരമാണ്. നിങ്ങൾ ആകെ പറയുന്നത് രാജ്യത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഞാനത് നിഷേധിക്കുന്നില്ല. ഡിമോണിറ്റൈസേഷൻ മാത്രമല്ല, 2 കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഡിമോണിറ്റൈസേഷനെ ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങളുണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഡിമോണിറ്റൈസേഷൻ ഈ പറയുന്ന കോമൺ സ്പിന്നിങ് തുറക്കാൻ സഹായിക്കുമോ? ഡിമോണിറ്റൈസേഷൻ കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിക്കുമോ? ഈ ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമോ ഈ നോട്ടില്ലാതാക്കിയത്? അതിനൊക്കെ പല മടങ്ങ് രൂക്ഷമാക്കുകയല്ലേ? അങ്ങനെയല്ലേ പരിശോധിക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്താ? തർക്കിക്കുമ്പോൾ ന്യായം തർക്കിക്കും. ന്യായം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ, ക്യാഷ്ലെസ് എക്കോണമി അല്ലെങ്കിൽ ലെസ് ക്യാഷ് എക്കോണമി ആയാൽ ഏറ്റവും കൂടുതൽ നടപ്പിൽ വരുത്താൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ സാക്ഷരത, ഈ സാക്ഷരത, നിങ്ങൾ ഇവിടെ UDF LDF മുൻകൈ എടുത്തു തുടങ്ങിയ അക്ഷയ കേന്ദ്രങ്ങൾ, ഇതിലൊക്കെ ഈ ഡിജിറ്റൽ സംവിധാനത്തെ പ്രായോഗികമാക്കി കൂടുതൽ ഇൻകം സംസ്ഥാനത്തിന്റെ ഖജനാവിൽ വരുന്നതിന് ശ്രമിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ അത് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങൾ അതിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ശരി, കേട്ടോളൂ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് മെട്രോപൊളിറ്റൻ നഗരങ്ങൾ മാറ്റിയാൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് കേരളത്തിലാണ്. ഈ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും കൂട്ടാനും പറ്റും. പക്ഷെ അതുവഴി ഈ നോട്ടില്ലാതാക്കി ഇതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് ധരിക്കുന്നില്ല. അത് സമയമെടുത്ത് ചിലപ്പോൾ വർഷങ്ങളെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കിടെ പ്രശ്നം ഈ മാസം ഇവിടെ പണമില്ലാത്തതാണ്, അതിനത് പ്രതിവിധിയായിട്ട് മാറുന്നില്ല. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ വെപ്രാളം എല്ലാം കൂട്ടുന്നത്? ഒരു ന്യായമില്ലാതെ ഇന്ത്യയിലെ പാവപ്പെട്ടൻ്റെ കയ്യിൽ നിന്ന് പണം മുഴുവനും പിടിച്ച് റദ്ദാക്കിയതിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി? ഞാൻ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ നോട്ട് റദ്ദാക്കിയത് കള്ളപ്പണം പിടിക്കാനാണെന്നാണ് പറയുന്നത്. ഇപ്പം എന്താ പറഞ്ഞ് കള്ളപ്പണത്തിന് നോട്ട് മുഴുവൻ തിരിച്ച് ഏതാണ്ട് വരെയാണ്. അപ്പം നിങ്ങൾ പറയുന്നത് എല്ലാം ബാങ്കിലായല്ലോ, ഇനി ഞങ്ങൾ പരിശോധിച്ചോളാം. 2, ഇപ്പോൾ ഗരീബ് കല്യാൺ യോജന പ്രകാരം കള്ളപ്പണക്കാർക്ക് കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ അവകാശമുണ്ട്, അത് ഞങ്ങൾ പരിശോധിക്കട്ടെ. 2. 3, ഞങ്ങൾ റെയ്ഡുകൾ നടത്തുന്നുണ്ട്, അതുവഴി പിടിച്ചിട്ടുണ്ട്. എൻ്റെ ലളിതമായ ചോദ്യം ഇതാണ്, ഈ പാവപ്പെട്ടവൻ്റെ എല്ലാം പണം ഒരു 3 മാസത്തേക്ക് ഇങ്ങനെ 2 മാസത്തേക്ക് 3 മാസത്തേക്ക് പിടിച്ചു വെക്കുന്നതിന് പകരം ഒരു 3 മാസത്തെ സാവകാശം കൊടുത്ത് ഈ 3 മാസം കഴിഞ്ഞ് നിശ്ചിത ദിവസം നോട്ടെല്ലാം റദ്ദാകുമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഗരീബ് കല്യാൺ യോജന നടത്തുന്ന വല്ല തടസ്സം ഉണ്ടാവോ? 2, നിങ്ങളുടെ റെയ്ഡ് നടത്തുന്ന വല്ല തടസ്സം ഉണ്ടാവോ? ഈ കള്ളപ്പണം എല്ലാം ഈ 3 മാസം കഴിഞ്ഞാൽ റദ്ദാവും എന്നുള്ളത് കൊണ്ട് ഈ പഴയ നോട്ടൊക്കെ തിരിച്ച് ബാങ്കിൽ വരൂല്ലേ? എന്തിനാ ഈ പാവപ്പെട്ടവരെ താങ്കളുടെ ഉദ്ദേശം വളരെ വ്യക്തമായി. അല്ല, താങ്കളുടെ ചോദ്യം വളരെ വ്യക്തമായി, ഉദ്ദേശം വ്യക്തമായി. ഈ കള്ളപ്പണക്കാർക്ക് അവരുടെ പണം സംരക്ഷിക്കുന്നതിനുള്ള അവസരം കൊടുക്കണം. ഞാനത് ചോദിക്കട്ടെ, 4 സംരക്ഷിക്കും?
അത് 3 മാസം കഴിയുമ്പോൾ അത് റദ്ദാവുമല്ലോ. അത് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറയുന്നതിന് മുമ്പ് നിങ്ങൾ തോക്കി കയറി സമയമില്ല, 10 മിനിറ്റേ ഉള്ളൂ ഇനി. അല്ല, ഞാൻ ചോദിക്കട്ടെ, 4 മണിക്കൂർ കൊണ്ട് ഒരു ബാങ്കിലുള്ള ട്രാൻസാക്ഷൻ ഒരാൾ ചെയ്ത് എത്രയാണെന്ന് അറിയാലോ? 600 കോടി, 200 കോടിയുടെ സ്വർണം വാങ്ങുന്നു, 400 കോടിക്ക് സ്വർണം വിൽക്കുന്നു. ഇത് പിടിച്ച കാര്യമാണ്. ഈ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ശ്രീ പത്മകുമാർ, ഈ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ നടപടികൾ സ്വീകരിക്കും. അപ്പൊ അത് കൊടുക്കാതെ ഇല്ല പത്മകുമാർ, ശരി, നിങ്ങൾ പറയുന്ന പോലെ മണിക്കൂർ കൊണ്ട് 100 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ പണത്തിന് അവിടെ ഈ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ കണക്കില്ലേ, രേഖയില്ലേ? ഇപ്പം നിങ്ങൾ പോയി പരിശോധിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ നിലപാട് നടത്തിയ ഒരാളുടെ കണക്ക് പോയി പരിശോധിച്ചൂടെ? സ്വർണം മേടിച്ചു, എന്താ പ്രശ്നം? സ്വർണം മേടിച്ചു കഴിഞ്ഞാൽ ഈ നോട്ട് ഇങ്ങനെ റദ്ദാക്കാൻ 3 മാസം കഴിഞ്ഞ് തീരുമാനിക്കുന്നതിനോടൊപ്പം സ്വർണം മേടിക്കുന്നവർ, രത്നം മേടിക്കുന്നവർ, ഭൂമി മേടിക്കുന്നവർ, അവർ ഇത്ര ലക്ഷം രൂപയിൽ കൂടെ കൂടുതലാണെങ്കിൽ അവരുടെ KYC കൂടി മേടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പോലെ. ഞാൻ ചോദിക്കട്ടെ, ലളിതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ പാവം ജനങ്ങളെ ക്യൂവിൽ നിർത്തിയത്? ലാല, നിങ്ങളുടെ അജണ്ട, അതിന് ഞാൻ ആൻസർ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഒരു ഒറ്റ ഉദാഹരണം ചോദിച്ചോട്ടെ. നിങ്ങൾ സഹകരണ സംഘത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തിക്കോളൂ, ഒരു കള്ളപ്പടവും ഇല്ല എന്ന് പറഞ്ഞിട്ട് CBI ഒരു സ്ഥലത്ത് നോട്ടീസ് അയച്ചപ്പോൾ എന്തായിരുന്നു നിലപാട് കേരളത്തില്? ഇത് തന്നെയായിരിക്കും. ഇനി നാളെ സ്വർണം വാങ്ങുന്നതിന് KYC വേണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്ത കാര്യം ഡിമോണിറ്റൈസേഷൻ. ശ്രീ പത്മകുമാർ, അത് തികച്ചും യുക്തി ഉള്ള കാര്യമല്ല. സ്വർണം വിൽക്കുന്ന ആളുകൾക്കെങ്കിലും ബോധമുണ്ട്, അവർക്കറിയാം ഇത് 3 മാസം കഴിഞ്ഞാൽ ഇത് റദ്ദാക്കാൻ പോവുകയാണ്. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിച്ചു വെച്ചാൽ കണക്ക് വേണം എന്ന് അവർക്കും അറിയാം. താങ്കൾ ഉദ്ദേശിക്കുന്ന എന്ത് ബ്ലണ്ടറാണ് താങ്കൾ പറയണത്? ഞാൻ ബില്ല് വേണ്ട, ഞാൻ എനിക്ക് ഹെറിഡിറ്ററി കിട്ടിയ സ്വർണ്ണമാണ് എന്റെ കയ്യിലിരിക്കുന്നത്, നിങ്ങൾ എങ്ങനെ പിടിക്കും? ആ പണം സ്വർണം വാങ്ങിയ ആളുടെ കയ്യിൽ, സ്വർണം കൊടുത്ത ആളുടെ കയ്യിൽ പണമുണ്ടല്ലോ. പത്മകുമാർ ബ്ലണ്ടർ അല്ല. ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ ഈ സ്വർണം വിറ്റ കടക്കാരന്റെ കയ്യിൽ ഈ 500,000 രൂപ നോട്ട് എത്തും. അയാൾക്ക് കണക്ക് പറയേണ്ടി വരും. എന്ന് വിറ്റ പണം ഇതാണെന്നുള്ളത് അയാൾക്ക് പറയേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം. ഈ ഒരു 4 മണിക്കൂർ നവംബർ 8 കൊടുത്ത സമയത്ത് 600% സ്വർണം വിൽപ്പന നടന്നത്. അതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കാം. അതില് അവര് ഞാൻ ചോദിക്കട്ടെ, അല്ല ഈ 600 കോടിക്കാണ് ഈ സ്വർണം വിറ്റതെങ്കിൽ അത് നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ലേ? അന്വേഷിക്കാൻ പോകുന്നില്ലേ? അന്ന് വിറ്റ സ്വർണം നിങ്ങൾ അന്വേഷിക്കുന്നില്ലേ? നിങ്ങൾ ഒന്ന് സമയം തരൂ. 600 കോടിക്കല്ലേ പറഞ്ഞ, 600% വർധന ഉണ്ടായി. ഈ 600% വർധന എന്ന് പറഞ്ഞാൽ വിൽപ്പന നടന്നതല്ല. വീട്ടിലിരിക്കുന്ന ഈ കടയിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വീട്ടിലിരിക്കുന്ന ക്യാഷ് കണക്കിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ബോധപൂർവം ഈ ഗവൺമെന്റിനെ പറ്റിക്കുന്ന നടപടികൾ പോകും. അതുകൊണ്ടാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളതിൽ പെട്ടെന്ന് തീരുമാനമെടുത്തത്. ഈ 600% വിറ്റ കാര്യത്തിലുള്ള കള്ളപ്പണം എല്ലാം വെളുപ്പിച്ചു. അത് നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ല. താങ്കൾ അതിനുള്ള അന്വേഷണം അല്ലേ നടക്കുന്നത്? അന്വേഷണം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടർ തോമസ് ഐസക് സാധാരണ ആളുകൾക്ക് ശരി. ഡോക്ടർ തോമസ് ഐസക്, ഈ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ ആണല്ലോ ഇപ്പോൾ ഏറ്റവും പുതിയ പ്രശ്നം സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഈ 50 ദിവസം കൊണ്ട് ഒരു തീരുമാനവുമായിട്ടില്ല, എങ്ങനെയാണ് ഇനി സംസ്ഥാനം മുന്നോട്ട് പോവുക? ഈ പത്മകുമാറിനൊന്നും ഒരുപക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിഞ്ഞുകൂടാ. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിലുള്ളതിൻ്റെ 70% ഡെപ്പോസിറ്റ് ഉള്ളത്. ഇങ്ങനെ സംസാരിക്കില്ലേ പത്മകുമാറെ? ഇതേ രാജ്യത്തെ ജനങ്ങളുടെ വലിയൊരു ഓസ്യത്താണെന്ന്. നിങ്ങൾക്കുണ്ടല്ലോ അനന്തപുരി എന്ന് പറഞ്ഞൊരു സംഘം, എത്ര വലിയ പങ്കാണ് ഈ സമ്പദ്ഘടനയിൽ അത് വഹിക്കുന്നത്. അതെ, നിങ്ങൾ എന്താ ചെയ്തത്? ബാങ്കില് കള്ളപ്പണമുണ്ട്. പത്മകുമാറെ, കള്ളപ്പണം ഉണ്ടെങ്കിൽ അതിന്റെ രേഖ ഇല്ലാതാവുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ആക്സിസ് ബാങ്കിലെ പോയിട്ട് അന്വേഷണം നടത്തുന്നത്? ചോദിക്കേ. ഇന്നലെ 2 ദിവസമായി റിസർവ് ബാങ്കിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുള്ള കണ്ണൂരിലെ 5 സഹകരണ സംഘങ്ങൾ അവരുടെ കമ്പ്യൂട്ടറിൽ തിരിമറി നടത്തി കണക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് സംസ്ഥാന അതൊക്കെ കണ്ടുപിടിക്കാമല്ലോ. അതിനെക്കുറിച്ച് താങ്കളൊന്ന് അന്വേഷിക്കണം. 2, ഒരു കാര്യം കൂടി ചോദിച്ചത്, നിങ്ങളുടെ സഹകരണ വകുപ്പ് മന്ത്രി ധനകാര്യ മന്ത്രിയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞത് എന്താ? ആദ്യം പേപ്പറിൽ വന്നത് 2800 കോടി രൂപ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു സഹകരണ സംഘങ്ങൾ. എന്നിട്ട് ധനകാര്യ മന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞത് 650 കോടി
വഴിയേ ഉള്ളൂ ശരി, എന്ന്. ശരി. ഇപ്പൊ ഇതുപോലെ ഒരുപാട് സഹകരണ ആരോപണങ്ങൾ ഉണ്ട് സംഘങ്ങൾ- ഡോക്ടർ ഇപ്പൊ തോമസ് സഹകരണ ഐസക്. റിസർവ് ബാങ്കിൽ- ബി.ജെ.പി ഇപ്പോഴും അതാണ് പറയുന്നത്. അല്ല, റിസർവ് ബാങ്കിൽ ഇപ്പോൾ പറയട്ടെ, അടച്ചിരിക്കുന്നത് അദ്ദേഹം പറയട്ടെ. 2650 കോടി അദ്ദേഹം പറയട്ടെ, രൂപയാണ്. സമയത്തിന്റെ പ്രശ്നം കൂടിയുണ്ട് മറ്റത് കേൾക്കുമ്പോൾ. ബി ജെ പിക്ക് നാട്ടിലുള്ള ഒരു ജനസ്വാധീനത്തിന്റെ പ്രതിഫലനമാണ് ഇത്ര വ്യാപകമായ സാമൂഹ്യ ബന്ധങ്ങളുള്ള സ്ഥാപനത്തെ ഇതുപോലെ തള്ളിപ്പറയുകയും സത്യം പറഞ്ഞാൽ അഞ്ചാപത്തി പണിയല്ലേ ചെയ്യുന്നത്. ഈ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള സഹകരണ സംഘങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം. പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എവിടെ പ്രശ്നമില്ലാത്തത് നിങ്ങൾ ആക്സിസ് ബാങ്ക് മുഴുവൻ കള്ളപ്പണം ഇല്ല പത്മകുമാർ ഒരു മാന്യത പുലർത്തും. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് കേൾക്കുന്നത്. നിങ്ങളുടെ ഈ വാണിജ്യ ബാങ്കിൽ നിന്നല്ലേ ഈ നോട്ട് പിടിച്ച പുതിയ നോട്ടെല്ലാം പുറത്തു പോയിട്ടുള്ളത്? ഈ വാണിജ്യ ബാങ്കുകളിലല്ലേ ഇതെല്ലാം ഈ ഇവിടുത്തെ കള്ളപ്പണം എല്ലാം നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്? അതുകൊണ്ട് നിങ്ങൾ വാണിജ്യ ബാങ്കുകളെ പിരിച്ചുവിടുന്നുണ്ടോന്ന്? അതുപോലെ സഹകരണ ബാങ്കുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് രേഖകൾ അവിടെ ഉണ്ട്, പരിശോധിച്ചോ. കമ്പ്യൂട്ടർ തിരിഞ്ഞുകൊടുത്തിയാലും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിച്ച് കണ്ടുപിടിക്കാമെന്ന്. ശിക്ഷിച്ചോളൂ, നശിപ്പിക്കരുത് മിസ്റ്റർ. അവസാനത്തെ ഒരു 5-6 മിനിറ്റാണ് ഉള്ളത്. അത്രയും മിനിറ്റ് പോലും ഇല്ല. ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. ശ്രീ ഉണ്ണിത്താൻ, നമുക്ക് ഈ ചർച്ച അവസാനിക്കുന്ന ഘട്ടങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ് എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ ധനസ്ഥിതിയെ കുറിച്ചുള്ള സംസ്ഥാന ധനകാര്യ മന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണത്തെ കാണുന്നത്? ഇത് BJP ഗവൺമെന്റിന്റെ ഈ നിലപാടിനെയും കാണുന്നത്? അല്ല, ഈ ചർച്ച രണ്ടുപേരിലേക്കാക്കി നിങ്ങൾ ചുരുക്കിക്കളഞ്ഞു. കാരണം ഇത് ചോദ്യോത്തര പങ്ക്തിയാക്കി മാറ്റി. ധനകാര്യമന്ത്രിയും കേന്ദ്രം ഭരിക്കുന്ന നമുക്ക് ഈ കേരളത്തെ അങ്ങ് വിട്ടത് കേരളത്തിൽ മാത്രമല്ല ഡിമോണിറ്റൈസേഷൻ വന്നിരിക്കുന്ന ഇന്ത്യ മൊത്തമാണ്. അപ്പം നിങ്ങളെന്തിനാ ഈ കേരളത്തെ വെച്ച് മാത്രം ചർച്ച ചെയ്യുന്നത്? കേരളത്തിലല്ലോ. കേരളം ഈ പറഞ്ഞ പോലെ ഏറ്റവും സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജീവിത നിലവാരം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വികസിത രാജ്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് മണി വന്നിട്ടുണ്ട്, കറൻസിലെസ് അവസ്ഥ വന്നിട്ടുണ്ട്. അവിടൊക്കെ അവിടുത്തെ സാങ്കേതിക വിദ്യയുടെ വികാസം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം, അവരുടെ സൗകര്യം, അവരുടെ ഇതിൻ്റെയൊക്കെ ഔന്നത്യം, ഇതൊക്കെയാണ് അതിൻ്റെ. എന്നിട്ട് പോലും അവിടെ 60% വിജയിച്ചിട്ടുള്ളത്. നമ്മളിവിടെ പറയേണ്ടത് നമ്മുടെ ഹാർബർട്ട് ഹൂവർ എന്ന് പറയുന്ന 1930 അമേരിക്കയുടെ പ്രസിഡന്റ് അവിടുത്തെ 30% കറൻസി വിഡ്രോ ചെയ്തു. 15 കൊല്ലമെടുത്തു അവിടുത്തെ സാമ്പത്തിക ക്രൈസിസിൽ നിന്ന് അമേരിക്ക കരകയറാൻ. അതുപോലെ ഇപ്പോൾ ഈ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പുതിയ ഡിമോണിറ്റൈസേഷൻ കുറേ കഴിയുമ്പോഴാണ് ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. നാളെ എഴുതിയിട്ടോ, നരേന്ദ്രമോദി പുതിയ 2-3 പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ട് പറയും ഒരു 50 ദിവസം കൂടെ എനിക്ക് തരണം. ആദ്യം 3 ദിവസമാണ് ചോദിച്ചാൽ 3 കൊടുത്തു, പിന്നെ അത് 50 ഇനിയിപ്പോൾ നാളെ പുള്ളിയുടെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിട്ട് പറയും ഈ പ്രഖ്യാപനം നിങ്ങൾ സ്വീകരിക്കണം, ഒരു 50 ദിവസം അല്ലെങ്കിൽ 100 ദിവസം കൂടെ തരണം. ഇതൊരു കാര്യം ഞാൻ പറയാം, ഈ ക്രൈസിസ് ഓരോ ദിവസം കൂടുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി പരിപൂർണമായി നഷ്ടപ്പെട്ടു. വിപണിയുടെ ചലനാത്മകത ഇവിടെ ഇല്ലാതായി. അത് മനസ്സിലാക്കണം. അതുപോലെ പ്രാഥമിക ഈ മൂലധന നിക്ഷേപം ഉണ്ടല്ലോ, അത് വളരെ കുറഞ്ഞു ബാങ്കുകളിൽ. അതുകൊണ്ട് നമ്മളിതിനെ വളരെ നിസ്സാരവൽക്കരിക്കരുത്. ഇവിടെ ഇവർ പറയുന്ന ബാങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് റെയ്ഡ് നടന്നു? ആ റെയ്ഡിലൊക്കെ പിടിച്ചെടുത്ത നോട്ടുകൾ എത്ര? പുതിയ 2000 രൂപയുടെ നോട്ടാണ്. നമ്മൾ ATM ചെന്നാൽ ഒരു 2000 കിട്ടൂ, 27000 രൂപ ബാങ്കിൽ ചെക്ക് എഴുതി കൊടുത്താൽ കിട്ടൂ. ഈ പുതിയ നോട്ട് 2000-ന്റെ നോട്ട്, കോടിക്കണക്കിന് നോട്ട് എവിടെ നിന്ന് കിട്ടിയവർക്ക്? ഏത് ബാങ്കിൽ നിന്ന് കൊടുത്തു? ആരാ കൊടുത്തത്? ജനങ്ങൾക്ക് 2000 ക്യൂവിൽ ജനങ്ങൾക്ക് ഈ പറയപ്പെടുന്ന 24000 രൂപ ചെക്ക് കൊടുത്താൽ ഈ കോടികൾ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്ത 1000 അല്ല, 500 അല്ല, പുതിയ 2000. താങ്കൾ ഡോക്ടർ ലാല്, ഇവിടെ പത്മകുമാർ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. സ്വാഭാവികമായിട്ടും പത്മകുമാർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതാവ് ശ്രീ അരുൺ ജെയ്റ്റ്ലി തന്നെ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് പറഞ്ഞത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഞങ്ങൾ പ്ലാസ്റ്റിക് മണിയിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഇപ്പം നിരോധിച്ച 15,44,000 കോടി രൂപയുടെ കറൻസി അച്ചടിക്കുന്നില്ല, അതിൽ കുറവായിരിക്കും അച്ചടിക്കാൻ പോകുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ ആവശ്യത്തിനുള്ള കറൻസികൾ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. ബഹുമാന്യനായിട്ട് കേരളത്തിലെ ധനകാര്യമന്ത്രിയോട് പറഞ്ഞല്ലോ, ചോദിക്കുന്ന പണത്തിന്റെ പകുതി മാത്രമേ ക്ലാഷ് കൊടുക്കാൻ പറ്റൂ എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിഞ്ഞില്ലേ? ഇവരൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. 4 ലക്ഷം കോടിയിൽ കുറവ് ഉണ്ടാകും ആകെ അച്ചടിച്ച നോട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്നാണ് BJP നേതാക്കന്മാർ TV ചാനലുകളിൽ നിന്നിരുന്ന് പറഞ്ഞത്. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്തായി എന്നറിയാമല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം രാജ്യത്തെ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ, ഭരണത്തിൻ്റെ സൗകര്യം
രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കുകയാണ്. Yes. അതിൻ്റെ ആഘാതമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഇനിയും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന സ്ഥിതിയാണ് 50 ദിവസമായ ഈ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, നമുക്ക് അവസാനത്തെ ഒരു 2 മിനിറ്റിൽ എനിക്ക് ഡോക്ടർ തോമസ് ഐസക്കിൽ ചർച്ച അവസാനിപ്പിക്കണം. അതിനു മുമ്പ് രണ്ടുപേർക്ക് ശ്രീ ജോസഫ് സി മാത്യു ഒന്ന് കൂട്ടിച്ചേർക്കാൻ എന്താണ് ഉണ്ടാകുക ഇക്കാര്യത്തിൽ? ഇത് ആവർത്തിച്ച് ചില തട്ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഗരീബി കല്യാൺ യോജന, ഇപ്പോൾ ഭീമ, അടിസ്ഥാന വർഗത്തെ എന്തൊക്കെയോ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്കീമിനും ഒക്കെ ഈ പേരുകൾ ഇടുന്നത് പോലെ അതുപോലെ മറ്റൊരു തട്ടിപ്പാണ് ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത്. ഇത് അഴിമതി അവസാനിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. നമ്മൾ കണക്കുകൾ നോക്കിയാൽ ബ്രസീലിൽ ഈ ക്യാഷ് ടു GDP റേഷ്യോ 3.8 മറ്റോ ആണ്. ബ്രസീൽ കറപ്ഷനെ നയിക്കുന്നത് അതിൻ്റെ റാങ്കിങ് നോക്കിയാൽ 83 ആണ്, ഇന്ത്യയുടെ 76 ഉള്ളിടത്ത്. അതേസമയം ജപ്പാനിൽ 19 ആണ് CIC to GDP റേഷ്യോ. അവിടുത്തെ കറപ്ഷൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനും കറപ്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ലോകരാജ്യങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഒന്നോട്ടെ, ശ്രീ പത്മകുമാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ സ്ഥിതിയെങ്കിലും പറയുമ്പോൾ ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെട്ടതുപോലെയുള്ള പണം നോട്ടായി കിട്ടുന്നില്ല, പണമുണ്ട് നോട്ടില്ല എന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്നതിന് വിരുദ്ധമല്ലേ കാര്യങ്ങൾ? അല്ല, ബിജു പറഞ്ഞത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ വിഡ്രാ ചെയ്ത നോട്ടുകൾ അത്രയും തിരിച്ച് പ്രിന്റ് ചെയ്യുമെന്ന് ഒരിക്കലും അരുൺ ജെയ്റ്റ്ലിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ സഹകരണ സംഘത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പശ്ചിമബംഗാളിൽ തന്നെ അവിടുത്തെ പോളിറ്റ് സ്റ്റഡിയും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 13-14 അവിടുത്തെ വളരെ ലീഡിംഗ് സഹകരണ സംഘങ്ങളിൽ അവിടെ റെയ്ഡ് നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സഹകരണ സംഘം തകർക്കാനൊന്നൊരു ശ്രമം വേണ്ട. എല്ലാ ഗുജറാത്തിൽ നടന്നിട്ടുണ്ട്, പശ്ചിമ ബംഗാളിൽ. ശരി, എന്തായാലും BJP ആ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. ഡോക്ടർ തോമസ് ഐസക്, ഏറ്റവും അവസാനമായി താങ്കൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ബഡ്ജറ്റ് തന്നെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ രീതിയിൽ BJP മുന്നോട്ട് പറഞ്ഞു പോകുമ്പോഴും പണം ഇപ്പോഴും കിട്ടുന്നില്ല. ഇനി 1-ാം തീയതി ഫെബ്രുവരി 1-ന് കേന്ദ്ര ബഡ്ജറ്റ് വരും. അത് കഴിഞ്ഞ് പിന്നീട് ആണ് സംസ്ഥാന ബഡ്ജറ്റ് വരേണ്ടി വരിക. ഒരു പുതിയ ഒരു വിപ്ലവത്തിലേക്ക് പോകേണ്ടി വരുമോ? മുമ്പ് കേരള മോഡൽ ഒക്കെ പറഞ്ഞതുപോലെ പുതിയ രീതിയിലേക്ക് പോകേണ്ടി വരുമോ? ഒരു കാര്യം, ഈ കേന്ദ്ര ബഡ്ജറ്റിന് ശേഷമാണ് സാർ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ വളരെ സന്തോഷകരമായി കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. ശരി, ഡോക്ടർ തോമസ് ഐസക്, താങ്കളുടെ ആത്മവിശ്വാസം എന്താണ്? ആത്മവിശ്വാസം ഈ കേന്ദ്ര സർക്കാർ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിപ്പോൾ 2008 സുവിശേഷത്തിന് സമാനമായ ഒരു സാഹചര്യം ഇന്ത്യ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷിക്കാർക്ക് കടാശ്വാസം നൽകണം. ഈ നാട്ടിലെ പാവപ്പെട്ടവർ തൊഴിലുറപ്പിന് പോകുന്നവരല്ലേ, 100 ദിവസത്തെ പണി അവർക്ക് കൊടുക്കാനുള്ള പണം വകയിരുത്തണം. ഇതിനൊന്നും പത്മകുമാറിന് തൃപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്തിൻ്റെ വരുമാനം വളരെ ഗണ്യമായിട്ട് കുറയണം. അതുകൊണ്ട് 1% കൂടുതൽ വായ്പ എടുക്കാനുള്ള അനുവാദം നൽകണം. 2008 പറ്റും സംഭവിച്ചു പോയി, നാട്ടിൽ അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ. അതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടി യോജിച്ച് 2008 പോലെ സാമ്പത്തിക മാന്ദ്യത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു പ്രതിരോധം തീർത്ത് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിന് അനുയോജ്യമായ വല്ലതും നാളത്തെ പ്രസംഗത്തിനുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ശരി, എന്തായാലും നാളത്തെ പ്രസംഗത്തെ ഡോക്ടർ തോമസ് ഐസക് നോക്കുന്നത് പോലെ രാജ്യവും ഉറ്റുനോക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ തോമസ് ഐസക്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ PK ബിജു, ശ്രീ JR പത്മകുമാർ, ശ്രീ ജോസഫ് സി മാത്യു.